ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫാണ്. ബീഫ് റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനും സച്ചിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കണം. ഒരു ഇതിനകത്തുള്ള ഉള്ളി എടുത്ത് നമ്മൾ 2 കിലോ ബീഫാണ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ കുറച്ച് പറഞ്ഞാൽ എന്തിനാണ് വറ്റൽ മുളക് ഒന്ന് ചൂടാക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഇതാണ് കടുക് കഴുകിട്ടിട്ടോ. കടുവാണെങ്കിൽ കഴുകൂടാ ഇവരാറുള്ളതായ ശേഷം കടുവൊക്കെ ഒന്ന് പൊട്ടി വരും. ചെറിയ ഉള്ളി അരിഞ്ഞത് ഇടണം അല്ലേ, വരട്ടി എടുക്കണം. നല്ല വരട്ടി എടുക്കണം. മുഖത്തിൽ കുണ്ടിതം അടുത്തത് നമ്മൾ വലിയ ഉള്ളി, അതായത് സവാള അരിഞ്ഞ് വെച്ചത് എടുത്ത് ഇടാൻ പോവുകയാണ്. എന്തിനാണിത്? എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, അതേപോലെ നോർമലി ആയിട്ടുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി, പെപ്പർ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൽ പച്ചമുളകും തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലിട്ട് വിസിലേൽപ്പിച്ച ബീഫ് കൂടി ഇരിപ്പുണ്ട്. ഈ ബീഫ് നമ്മൾ ഇനി ഇതിലോട്ട് ഇടാൻ പോകുകയാണ്. ഓക്കെ, 2 കിലോ ബീഫാണ്. നമ്മുടെ നാട്ടിൽ ഡാർക്ക് സോസ്, അതായത് സോയാ സോസ്, നമ്മൾ സോയാ സോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഡാർക്ക് കളർ ഇടാൻ വേണ്ടി കേട്ടോ, ഡാർക്ക് കളർ ഇട്ടാൻ വേണ്ടിയല്ലേ. അങ്ങനെ ഗൈസ്, നമ്മൾ അവസാനം ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറായിരുന്നു ഗൈസ്. അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി ഗൈസ്. അബിരിയാടെന്ന് തോന്നും, പക്ഷെ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നല്ല ബീഫ് റോസ്റ്റ് ആയിരുന്നു. നമ്മുടെ സച്ചിൻ ഉണ്ടാക്കി നല്ല റോസ്റ്റ്.